എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ഊട്ടിയിൽ. എന്താ പരിപാടി ഇന്നത്തെ? ചരിത്രപരമായുള്ള ട്രെയിനും കാര്യങ്ങളിലൊക്കെ ഒന്ന് നമുക്ക് കാണണം. ഗവൺമെന്റ് കോളേജിലെ 84-86 ബാച്ച് ഞങ്ങൾ ടൂർ പോകാൻ തീരുമാനിച്ചാണ്. അപ്പൊ ഞങ്ങൾ ഊട്ടിയിലേക്ക് തീരുമാനിച്ചു. വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക്. ഊട്ടിയെ കുറിച്ച് രണ്ടു വാക്ക്. ഊട്ടിയെ കുറിച്ച് നമ്മൾ നല്ല തണുപ്പാണ്. ചൂടില്ല. പോകാനുള്ള ചൂടുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഊട്ടിയിലേക്ക്. എത്ര ദിവസം പരിപാടി? ഒരു ദിവസമാണ് പറഞ്ഞത്. ഇനി 10 ദിവസമാണെങ്കിൽ നമ്മൾ റെഡിയാണ്. ഇപ്പൊ ഫ്ലവർ ഷോ ടൈം ഒന്നും അല്ലല്ലോ. മെയ് മാസത്തിലല്ലേ ഈ സമയത്ത് പോകാനുള്ള കാരണം? ഞങ്ങള് ഒരു 10-40 വർഷം മുമ്പുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പോവാണ്. ഓക്കെ. ഊട്ടിയെ കുറിച്ചുള്ള 2 സിനിമയെ പറ്റി പറയാൻ പറ്റും? ഊട്ടി പ്രകൃതി ഭംഗി, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, പിന്നെ ഏതെങ്കിലും പറഞ്ഞോളൂ. പിന്നെ ചിത്രം അവിടെ തോന്നുന്നില്ല. രാജഗോപാലൻ എന്താ പറയുന്നത്? എന്ത് പറയാനാണ്? അടിച്ചു പൊളിച്ചു പോവാൻ. 84-86 കൂട്ടുകാരാണ്. അതെ. ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ഞങ്ങള് 84-86 പ്രീ ഡിഗ്രി ബാച്ചിന്റെ ഒരു കൂട്ടായ്മയുടെ ടൂർ പ്രോഗ്രാം ഊട്ടിയിലേക്ക് പോകുന്നു. ഊട്ടിയെ കുറിച്ചുള്ള 2 സിനിമേന്റെ പേര് പറയാൻ പറ്റും? കിലുക്കം. പിന്നെ ഊട്ടി എന്ന പേരുള്ള ഊട്ടിപ്പട്ടണം സിനിമ. ഇതിനു മുമ്പ് പോയിട്ടുണ്ട്? ഊട്ടിയിൽ പോയിട്ടുണ്ട്. ഫ്ലവർ ഷോ മെയ് മാസത്തിലാണ്. ഫ്ലവർ ഷോയ്ക്ക് പോയിട്ടില്ല. ഫ്ലവർ ഷോയ്ക്ക് അവിടെ പോയി അടുക്കാൻ ഭയങ്കര തിരക്ക് കാരണം പോയിട്ടില്ല. പിന്നെ അല്ലാതെ പോയിട്ടുണ്ട് ഊട്ടി. ഞങ്ങൾ വയനാട്ടുകാർക്ക് ഊട്ടി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമല്ല. കാരണം ഡെയിലി രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ഊട്ടിയും വയനാട് 5 മണിക്ക് വൈത്തിരിന്ന് ഊട്ടി ബസ്സുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടുള്ളത്. ആണോ? അതിനകത്ത് കയറി കഴിഞ്ഞാൽ. നിങ്ങളുടെ സ്വദേശം എവിടെയാണ്? ഞാൻ വൈത്തിരി. ഇപ്പൊ കൊല്ലത്താണ്. ജോലി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഞാന് നിങ്ങളെ ഗ്രൂപ്പിലല്ല. അത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള സബിതേന്റെ ഹസ്ബൻഡാണ്. ആണോ? നമ്മളൊരിക്കൽ പരിചയപ്പെട്ടു. അതെ. ഊട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അതെ. അപ്പോൾ നമുക്കത് ഒരു സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ വയനാടും ഒരു സുന്ദരമായ സ്ഥലമാണ്. ഓക്കെ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എന്താ നിങ്ങളെ പരിപാടി ഇന്നത്തെ? ഭയങ്കര സ്റ്റൈലിലൊക്കെയാണല്ലോ രണ്ടാളും. 84-86 ബാച്ച് ഗവൺമെന്റ് കോളേജിലെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുക. മസിനഗുഡി വഴി. എത്ര ദിവസം പരിപാടിയാണ് നിങ്ങളുടെ? ഞങ്ങൾ 1 ഡേ പ്രോഗ്രാം ആണ്. ഞങ്ങളത് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ടൂർ പോകുന്നു. പ്രീ ഡിഗ്രി 84-86 ബാച്ച് ഊട്ടിയിലേക്ക് ടൂർ.
ഇതുവരെ വളരെ സന്തോഷകരമായിട്ടുള്ള യാത്രയായിരുന്നു. പ്രതീക്ഷിച്ചതിനാൽ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ചു പോകുന്ന സമയത്ത് കൂടുതൽ വിശ്വാസം. യാത്രാനുഭവം ഈ 2 മണിക്കൂർ നേരം എങ്ങനെ പോയി? സൂപ്പറായി. അസീസേ പറഞ്ഞോളൂ. ഗംഭീര അനുഭവം. ചായ എന്താ, കാപ്പിയാണോ ചായയാണോ എന്താണ് കുടിക്കുന്നത്? ഇത് മധുരം കുറഞ്ഞ. ഓക്കെ, പറഞ്ഞോളൂ. എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഫ്ലാസ്കിൽ തിരി ഇദ്ദേഹം കോഴിക്കോട് നിന്ന് വന്ന ഗായകൻ ഹംസ പറഞ്ഞോളൂ, എന്താ ഇന്നത്തെ യാത്രാനുഭവം? വളരെ നല്ല അനുഭവം. കുറെ കാലമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ടൂറ്, ഊട്ടിയിലേക്ക് സഹപാഠികളുടെ ഒരു യാത്ര, അതിന്ന് സാക്ഷാത്കരിച്ചു. മാത്രമല്ല എല്ലാ ആളുകളും, പങ്കെടുത്ത ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിന്റെ നെടുനായത്വം വെച്ച ആസിഫിന്റെ ഒരു മാജിക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ ത്രില്ലടിച്ചു. ആനന്ദവനം ഡയറീസ് എന്ന സിനിമയുടെ വിജയകരമായ 2ാം വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ആഘോഷിക്കുന്നതാണ്. അതിന്റെ കേക്ക് മുറിയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ. ഈ കേക്ക് കൊണ്ട് നമ്മുടെ ആസിഫ് എന്തോ മാജിക് കാണിക്കാനുള്ള ഉണ്ടല്ലോ. ചട്നിയില്ല, ചമ്മന്തി. കപ്പ ഒളിച്ചിരിക്കുകയാണ്, അതിങ്ങോട്ട് ആക്കി വെക്കണം. കുറച്ച് കപ്പയും കൂടെ ഉണ്ടേ. ആയിക്കോട്ടെ. ഊട്ടി കാണാമല്ലോ. ഊട്ടി
ഞാനോടുണ്ട്. ആ കബീർ. ഇതാ എനിക്കൊരു സീറ്റ് അവിടെ വെക്കണം ആരെങ്കിലും. എവിടെ നമ്മുടെ സ്വിഫ്റ്റ് ഒക്കെ ഉണ്ട്. അത് വേറെ ഇന്റർനാഷണൽ സ്കൂൾ ഏത് സിനിമയിലാണ്? ഇവിടെയുള്ള ആൾക്കാർ ശരിയാക്കി തരാം. ഞാൻ എടുക്കുന്ന എങ്ങനെ ഫോട്ടോ എടുത്തോ? അച്ചാറാ എനിക്കിത് കൈ കിട്ടിയില്ല. ഒരു മിനിറ്റ്. ഇനി എത്തിയിട്ട് നോക്കണം. ഇതിനായിരിച്ചാ
ഇവിടെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാർ